പ്രിയപ്പെട്ടവരെ, നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ 92ാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓണക്കാലമായാൽ വീട്ടുമുറ്റത്തും പറമ്പിലുമൊക്കെ മുളച്ചു വരുന്ന ഓണച്ചെടി എല്ലാവർക്കും പരിചയമുള്ളതാണല്ലോ. കാശിത്തുമ്പ എന്ന പേരിലും അറിയപ്പെടുന്ന ബാൾസം എന്ന സസ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. ഇംപേഷ്യൻസ് ബാൾസാമിന എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന കാശിത്തുമ്പയെ ലാറ്റിൻ ഭാഷയിൽ ഗാർഡൻ ബാൾസം എന്ന് വിളിക്കുന്നു. ബാൾസാമിനേസിയെ സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്ന കാശിത്തുമ്പയെ തെക്ക് കിഴക്കൻ ഏഷ്യയിലാണ് കണ്ടുവരുന്നത്. ഹിന്ദിയിൽ ഗുൽമെഹന്തി എന്നും കന്നഡയിൽ ഗൗരിഹു, കർണകുണ്ഡല എന്നീ പേരുകളിലും അറിയപ്പെടുന്ന കാശിത്തുമ്പയുടെ മറ്റു പേരുകളാണ് ഗാർഡൻ ബാൾസം, റോസ് ബാൾസം, സ്പോട്ടഡ് സ്നാപ്പ് വീറ്റ്, ടച്ച് മീ നോട്ട് എന്നിവ. സസ്യത്തിൻ്റെ വിത്തുകൾ അടങ്ങിയ ക്യാപ്സ്യൂൾ നേരിയ സ്പർശനം കൊണ്ടുപോലും പൊട്ടിത്തെറിക്കുന്നവയാണ്. അതുകൊണ്ടാണ് സസ്യത്തെ ടച്ച് മീ നോട്ട് എന്ന പേര് വന്നത്. ബംഗ്ലാദേശിൽ ദോപതി എന്ന് വിളിക്കുന്ന ബാൾസം 20 മുതൽ 95 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്നതും കട്ടിയുള്ളതും എന്നാൽ ദുർബലമായ കാണ്ഡത്തോടു കൂടിയതുമായ ഒരു വാർഷിക സസ്യമാണ്. ഇലകൾ സർപ്പിളാകൃതിയിൽ അടുക്കി വെച്ചതുപോലെ കാണപ്പെടുന്നു. ഇലകൾക്ക് 2.5 സെൻറ്റിമീറ്റർ മുതൽ 9 സെൻറ്റിമീറ്റർ വരെ നീളവും 1 സെൻറ്റിമീറ്റർ മുതൽ 2.5 സെൻറ്റിമീറ്റർ വരെ വീതിയും ഉണ്ടായിരിക്കും. ഇലയുടെ അരികുകൾ വാളിൻ്റെ വായ്ത്തലയ്ക്ക് സമാനമാണ്. ചതച്ച ഇലകൾക്ക് ആസ്വാദ്യകരമായ ഗന്ധമല്ല ഉള്ളത്. ഇലഞ്ഞെട്ടിന് താഴെയുള്ള ഗ്രന്ഥിയിൽ നിന്നും ഒട്ടലോടുകൂടിയതും സുഗന്ധമുള്ളതുമായ ഒരു ദ്രാവകം നെക്ടർ പുറപ്പെടുന്നു. പസഫിക് സമുദ്രത്തിലെ ദ്വീപുകളിൽ വൻതോതിൽ അലങ്കാര സസ്യമായി കൃഷി ചെയ്തു വരുന്ന ബാൾസം ചിലയിടങ്ങളിൽ പ്രകൃതിദത്തമായും മറ്റിടങ്ങളിൽ അധിനിവേശ സസ്യമായും വളരുന്നു. പൂക്കൾ പിങ്ക്, പർപ്പിൾ, റോസ്, വെള്ള, ചുവപ്പ് എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്നു. 2.5 മുതൽ 5 സെൻറ്റിമീറ്റർ വരെ വ്യാസമുള്ള പൂക്കളിലേക്ക് തേനീച്ചകളും പൂമ്പാറ്റകളും ചെറുപക്ഷികളും തേൻ നുകരാനായി പറന്നെത്തുന്നു. അതുവഴി സസ്യത്തിലെ പരാഗണം സാധ്യമാവുന്നു. ഒക്കിനാവയിലെ നാടോടി ഗാനങ്ങളിൽ ബാൾസത്തിൻ്റെ പൂക്കളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പൂഞ്ഞെട്ടിന് 1 മുതൽ 5 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകാം. സൗന്ദര്യത്തിൻ്റെയും ഭക്തിയുടെയും പ്രതീകമായ പൂക്കൾ ഉത്സവങ്ങളിൽ അലങ്കരിക്കുന്നതിനും ചിലയിടങ്ങളിൽ ഗണേശ വിഗ്രഹത്തെ പൂജിക്കുന്നതിനു വേണ്ടിയും ഉപയോഗിക്കുന്നു. പൂക്കളുടെ ഭംഗിയാണ് ചെടിയെ ആകർഷകമാക്കുന്നത്. സുഗന്ധത്തിന് നേരിയ പങ്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ ചിലയിനം ബാൾസം അപ്രതീക്ഷിതമായി സുഗന്ധം പുറപ്പെടുവിക്കാറുണ്ട്. മാതൃസ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഈ സസ്യം. മാതാവിൻ്റെ ക്ഷമയെയും സ്നേഹത്തെയും സസ്യം പ്രതിനിധീകരിക്കുന്നു. വേനൽക്കാലം മുതൽ വസന്തകാലം വരെയാണ് പൂക്കാലം. ഭാഗികമായി തണൽ ഇഷ്ടപ്പെടുന്ന സസ്യമാണ് ബാൾസം. രാവിലെ കുറച്ച് സൂര്യപ്രകാശം സഹിക്കാൻ സസ്യത്തിന് സാധിക്കും. തീവ്രമായ സൂര്യപ്രകാശം ഒഴിവാക്കണം.
പൂർണ്ണമായ തണലും ചെടിക്ക് ഇഷ്ടമല്ല. മനുഷ്യർക്കും ഓമന മൃഗങ്ങൾക്കും സുരക്ഷിതമാണ് എന്ന് കരുതപ്പെടുന്ന കാശിത്തുമ്പയുടെ ഇല, വിത്ത്, കാണ്ഡം എന്നിവ പാകം ചെയ്താൽ ഭക്ഷണമായി ഉപയോഗിക്കാവുന്നതാണ്. ചെടിയുടെ വിവിധ ഭാഗങ്ങൾ ചർമ്മരോഗങ്ങൾക്ക് മരുന്നായി ഉപയോഗിക്കുന്നു. ഇലകളുടെ നീര് അരിമ്പാറ, പാമ്പുകടി എന്നിവയുടെ ചികിത്സയിൽ ഉപയോഗിക്കുന്നു. പൂക്കൾ പൊള്ളലേറ്റ ചർമ്മങ്ങളിൽ തണുപ്പ് നൽകാനായി ഉപയോഗിക്കുന്നു. ഏഷ്യയിലെ പാരമ്പര്യ വൈദ്യത്തിൽ വാദം, അസ്ഥികളുടെ ഒടിവ്, മറ്റ് പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് മരുന്നാണ് സസ്യഭാഗങ്ങൾ. കൊറിയൻ നാടോടി വൈദ്യത്തിൽ മലബന്ധം, ഗ്യാസ്ട്രൈറ്റിസ് എന്നിവയ്ക്കുള്ള മരുന്നാണ് ബാൾസം. ചൈനയിലെ ആളുകൾ പാമ്പുകടിക്കുള്ള മരുന്നായും വിഷകാരിയായ മത്സ്യം ഭക്ഷിച്ചത് മൂലമുള്ള വിഷമങ്ങൾക്കും മരുന്നായി സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നു. വിയറ്റ്നാം ജനത തലമുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് സസ്യത്തിൻ്റെ നീര് ഉപയോഗിക്കുന്നു. നേപ്പാളിൽ ശ്രാവൺ സംക്രാന്തി ആഘോഷത്തിൻ്റെ ഭാഗമായി കൈവിരലുകളിലെ നഖങ്ങൾ ചായം പിടിപ്പിക്കുന്നതിനായി ചതച്ച ഇലകൾ ഉപയോഗിക്കുന്നു. അതുപോലെ ചൈനയിലും കൊറിയയിലും വാൾസത്തിൻ്റെ പൂക്കൾ ചതച്ച് ആലം എന്ന രാസപദാർത്ഥവുമായി ചേർത്ത് നഖങ്ങൾക്ക് ഓറഞ്ച് നിറം നൽകാനായി ഉപയോഗിക്കുന്നു. ഹെന്നോട്ടോണിക് ആസിഡ്, ലോസൺ മീഥൈൽ ഈഥർ, മെത്തിലീൻ 3 എന്നീ രാസഘടകങ്ങൾ ബാൾസത്തിൻ്റെ ഇലകളിൽ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഫിനോളിക് റെസീൻ എന്ന് കരുതപ്പെടുന്ന സിന്നമിക് ആസിഡ്, ബെൻസോയിക് ആസിഡ് എന്നീ ഘടകങ്ങളും സസ്യത്തിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇവ സുഗന്ധ നിർമ്മാണ മേഖലയിലും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിലും ഉപയോഗിക്കുന്നു. ഇംപേഷ്യൻസ് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ബാൾസവും തമ്മിൽ ഏതാണ്ട് ഒരുപോലെയാണെങ്കിലും അവ തമ്മിൽ വ്യത്യാസമുണ്ട്. ബാൾസം വളരെ പെട്ടെന്ന് വളരുന്നവയാണ്. പാശ്ചാത്യ നാടുകളിൽ ഈ സസ്യം പരിചയപ്പെടുത്തിയത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലങ്ങളിലാണ്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഉടനീളം പ്രശസ്തമായ സസ്യമായിരുന്നു ബാൾസം. പിന്നീട് ഇംപേഷ്യൻസ് എന്ന വിഭാഗത്തിൽപ്പെട്ട സസ്യം പ്രചാരത്തിൽ വന്നതോടെ ബാൾസ്യത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വന്നു. ആദ്യകാലങ്ങളിൽ ഇന്ത്യയിൽ മഴക്കാലത്ത് മാത്രമാണ് ബാൾസം വളർന്നിരുന്നത്. ഇന്ന് ഏത് കാലത്തും വളർത്തിയെടുക്കാൻ കഴിയുന്ന ഹൈബ്രിഡ് വെറൈറ്റികൾ നഴ്സറികളിൽ ലഭ്യമാണ്. വിവിധ നിറത്തിൽ പൂക്കൾ വിരിയുന്ന ബാൾസം ചെടികൾ വളർത്തൂ, ഉദ്യാനം അലങ്കരിക്കൂ. പൂമ്പാറ്റകൾ പൂന്തോട്ടത്തിലേക്ക് ആകർഷിക്കപ്പെടട്ടെ. വീഡിയോ ആസ്വദിക്കൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.